കുടുങ്ങി. ഇടിയൻ കുട്ടപ്പയുടെ കൊമ്പ് ആണ്ടെ ഏണിക്കമ്പിനിടയ്ക്ക് കുടുങ്ങി. ഇന്നത്തെ പ്രധാന വാർത്ത. അവൻ എന്നൊക്കെയായിരുന്നു. അവൻ എന്നെ ഇടിക്കണം, മരത്തിൽ ഇടിക്കണം, മഴയത്ത് ഇടിക്കണം, ബക്കറ്റിൻ്റെ ഇടിക്കണം, മമ്മി ഇടിക്കണം, ഓടിക്കണം. അങ്ങനെ ഇടിച്ച് രാവിലെ ഞാൻ മര്യാദയ്ക്ക് പുല്ല് തീറ്റാൻ വേണ്ടി പറമ്പിലോട്ട് അഴിച്ചോണ്ട് പോയപ്പം ഒരു മിനിറ്റ് ജസ്റ്റ് ഏണിക്കൂടെ ഇടി കൊടുക്കട്ടെന്ന്. ആ പന ചുമ്മാ ചാരി വെച്ചിരുന്ന ഏണിയാ. അതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഇല്ലോളം ഇല്ലാത്ത കൊമ്പിന്റെ ഇറു പോലിരിക്കുന്ന ആ സാധനത്തിനകത്തോട്ട് ഏണിക്കമ്പ് കയറ്റി വെച്ചു. അല്ല വഴിയുണ്ടോ? നല്ല ഒന്നാം തരം GI പൈപ്പ് ഇട്ട് പണിതേക്കുന്ന ഏണിയാ. അത് വളച്ചും വെച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ഇണ്ടപ്പിടുത്തം പിടിച്ചിട്ട് ഞാൻ ഊരിയെടുത്തു കേട്ടോ. ആ കൊമ്പോട്ട് കുത്തി കയറ്റിയിട്ട് ആദ്യം വലിയ സൂക്കാടായിരുന്നേ. ഏണി വളച്ചോടി ഞാനും എടുക്കുന്നു പറഞ്ഞോണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ മുളിച്ചായിരുന്നു. രക്ഷിക്കടാ ചേട്ടായി എന്നാ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നേ. എന്തായാലും അതിൽ നിന്ന് ഊരിയ പിന്നെ മരത്തെ കൊണ്ട കിട്ടുന്നേരം വരെ ശകലം മാനിനായിരുന്നു കേട്ടോ കുട്ടപ്പായി. ഇനിയുള്ള വിവരങ്ങൾ വഴിയേ പറയാം. അതിസാഹസികമായി കുട്ടപ്പായി വരണ്ടു പോകാതെ മരത്തെ കൊണ്ട കെട്ടി വീട്ടിലോട്ട് വന്നപ്പം 5 മിനിറ്റ് ലേറ്റാ. ആരാ നോക്ക്, തെറ്റുമാനം. എല്ലാ ദിവസവും ഞാൻ കുട്ടപ്പായം കെട്ടി തിരിച്ചു വരുമ്പോഴത്തേനും ഇവൻ നമ്മുടെ പറമ്പ് കിടക്കുന്ന. ആരാണ് ഇതിന്റെ ഡ്രൈവറിന് അറിയത്തില്ല. സമയത്ത് വണ്ടി ഓടിച്ചോന്നുള്ള കാര്യം പറഞ്ഞേക്കാം. നമുക്ക് മെയിൻ റോഡ് സൈഡോ ബസ് റൂട്ടോ ഒന്നും അല്ല. പക്ഷേ നെടുമ്പാശ്ശേരിയിലോട്ടുള്ള എയർലൈൻ്റെ നേരെ താഴെയാ. നമ്മളിവിടെ ഒരു ടോൾ പ്ലാസ ഇട്ടാണ്ടല്ലോ. ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് ഇവന്മാരെ ടിക്കറ്റിന് വില കിട്ടും. അത് വേണ്ട, നമുക്ക് ഈ വിറക് അങ്ങോട്ട് മുറിച്ചിടാം. ചറപറന്ന് പറഞ്ഞിട്ട് മുറിച്ചിട്ട് എങ്ങനെയെന്നറിയാവോ? നമ്മുടെ കട്ടറില്ലേ, വിറവ് പോന്നി നീട്ടത്തിലും കിട്ടണുണ്ടല്ലോ. കട്ടറിന് ഇരുന്ന് തച്ചിനങ്ങ് പണിതുക. എല്ലാം അടുപ്പി വെക്കാൻ പാകത്തിന് കുഞ്ഞായിട്ടങ്ങ് മുറിച്ചു. ഈ കൈ കൊണ്ട് വെട്ടി ഒടിച്ച് വെക്കുന്ന പാട് വെച്ച് നോക്കുമ്പോഴേ ആദ്യം ഇവിടെ കറണ്ട് ആവും, നീ ചുമ്മാ പൊക്കേന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് മമ്മി മെയ് മൈക്കടായിട്ട് കൂടി കേട്ടോ. കറണ്ട് ചെലവാകുന്നതാണോ നമ്മുടെ കൈ കളയുന്നതാണോ നല്ലത്? അങ്ങനെ വിറക് പണിയും കഴിഞ്ഞ് വൈകിട്ട് നമ്മുടെ പതിവ് ഏറുമാടത്തിന്റെ പണി മന്ദഗതിയിലാണെങ്കിലും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. കൊച്ചിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞങ്ങളുടെ കൂടാരം ഇവിടെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റ.